അയ്യോ ഞങ്ങ എന്തായാലും ഇപ്പൊ ടയബോർഡുള്ള പരിപാടിയിലാണ്. ഇന്ന് കാസയ്ക്ക് പോണ ലാസ്റ്റ് ബസ് 4:45 പോകണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മലയാളം പെട്ടെന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ പോയി മോൺസ്റ്ററുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ബാഗ് എടുത്തപ്പോ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ സമയം 4:30 കഴിഞ്ഞു. വേഗം ചെന്ന വഴിയിൽ നിന്നില്ലേ ബസ്സിന്റെ പാട്ടിന് പൂട്ടാ. ഈ വരുന്ന കാസയ്ക്കുള്ള ബസ്സിലും കയറി തങ്കർ മോൺസ്റ്ററിക്കുള്ള വഴിയിൽ ഇറങ്ങാനാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്ലാൻ. ബസ് കിട്ടാനായിട്ട് എങ്ങനെയൊക്കെ വേഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിള്ളേര് വന്ന് വട്ടം ചാടി. ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് പോകുന്ന കണ്ടിട്ട് ഇവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത്. ഒരുത്തരാണെങ്കിൽ അവിടെ നിന്ന് മാസം ട്രെയിലൊക്കെ വന്ന് ഈ കാണുന്ന ചെക്കന്റെ സൈക്കിൾ ഇടിച്ച് തെറിപ്പിച്ച് നേരെ എന്റെ മെക്കെട്ടിക്ക് ആട്ടാ കയറി വന്നത്. അവൻ വന്ന വരെ കൊണ്ടപ്പോ എന്നെ പഠിക്കാൻ പോകുന്ന ഞാൻ വിചാരിച്ചു. അധികം നേരം ഇവരുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോസും കുറച്ചധികം സെൽഫീസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ അവർക്ക് ടാറ്റി കൊടുത്ത് അവിടെ പോയേട്ടാ. റോട്ടിക്ക് എത്തിയപ്പോഴാണെങ്കിൽ ഈ വണ്ടി ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്താണ് നീങ്ങി കാണും. എന്തായാലും ഈ കാണുന്ന ആൾക്കാർ കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വണ്ടി തിരിച്ച് മേലെ കയറ്റിട്ട്. ബസ് ആണെങ്കിൽ ഇത്ര നേരം വരാതെ തന്നെ ഈ കാണുന്ന ടിപ്പറിനാണെങ്കിൽ കൈ കാട്ടി നോക്കിയത് ആളാണെങ്കിൽ ഇപ്പൊ നിർത്തും ചെയ്തു. ടിപ്പറിന് ലിഫ്റ്റ് അടിച്ചപ്പോഴേ ആള് തന്നണ്ട് അപ്പൊ നീല് കയറി പോവാ. അങ്ങനെ ഞങ്ങൾ 4 പേരിലുണ്ടായിരുന്ന ബാഗും സാധനങ്ങളൊക്കെ ഇപ്പൊ ടിപ്പറിന്റെ ബാക്കിൽ അടക്കി ഒതുക്കി വെച്ചോണ്ടിരിക്കട്ടെ. ഈ വണ്ടി എന്തായാലും ഷിച്ചിലിംഗിന്റെ അവിടേക്ക് എത്തില്ലേ. അവിടേക്കൊക്കെ എത്തനാട്ട് മുമ്പ് ഒരു വളവ് തിരിഞ്ഞ് പോകുന്നട്ടാ ഡ്രൈവർ പറഞ്ഞത്. എന്തായാലും പോണ ദൂരം പോട്ടെ, പിന്നെ അവിടെ നന്നായാലും പോവാന്ന് വെച്ചിട്ടാ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നേക്കുന്നത്. ഞാൻ എന്നെ ഹെൽപ്പ് ബ്രോയും ടിപ്പറിന്റെ ബാക്കിലും ഷുഡും വിഷ്ണു ബ്രോ ആണെങ്കിൽ നൈസിലും മുമ്പിലും കയറിയിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോയോണ്ടിരിക്കുന്ന വഴിയാണെങ്കിൽ നല്ല രീതിയിൽ മോശമാണ്. ഞങ്ങൾ രണ്ടുപേരാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് കുലുങ്ങി തബിട് കൂടിയാ പറയും. കുലുങ്ങിയിരുന്നു പടാളിയതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ടിപ്പറിൽ നിന്നാണ് പോയോണ്ടിരിക്കുന്നത്. അങ്ങനെ ആൾക്ക് അവിടെ നിന്ന് വളഞ്ഞു പോകേണ്ട സ്ഥലത്തി ടിപ്പറിന്റെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബാഗ് ഇപ്പൊ ഓരോന്നായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഇവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നടക്കണ കാരണം മേത്ത് ഇപ്പൊ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഈ വഴി പോണ എല്ലാ വണ്ടിക്ക് ഇപ്പൊ ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുക. ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾക്ക് കുറച്ചേരം ലിഫ്റ്റ് അടിക്കണോ എന്നുള്ള. അപ്പോഴേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ ബസ് കയറിയ സ്ഥലം തൊട്ട് സ്വിച്ചിലിംഗ് വരെ ഞങ്ങൾക്ക് 4 പേർക്ക് ഇത് 40 രൂപ മാത്രമാണ്. അപ്പൊ തന്നെ മനസ്സിലായി എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം പോണ്ടി വരല്ലോ. അങ്ങനെ ബസ് ഇറങ്ങിയപ്പോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് സ്വിച്ചിലിംഗിലാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഇരുന്ന് തങ്കറിക്ക് പോണ വണ്ടികൾക്കൊക്കെ ഇപ്പൊ ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുക. പിന്നെയാണ് ഈ ചെക്ക വന്നിട്ട് പറഞ്ഞ മേലേക്ക് എന്തായാലും ഇപ്പൊ വണ്ടി ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് തങ്കർ മോൺസ്റ്ററിക്ക് എത്താനായിട്ട് ആകെ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നില്ലേ പ്രൈവറ്റ് ടാക്സി വിളിച്ച് പോകണം, അല്ലെങ്കിൽ പിന്നെ ഹൈക്ക് ചെയ്ത് പോകണം. ടാക്സിക്ക് ഇവിടുന്ന് അവിടെ വരെ പോകാനായിട്ട് എന്തായാലും ഒരു 1500 ആവുന്നാട്ടോ അവൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ഹൈക്ക് ചെയ്ത് പോകാൻ തന്നെയാട്ടോ ഞങ്ങൾ തീരുമാനിച്ചത്. ബാക്കിയപ്പോ എന്തായാലും അടുത്ത വീഡിയോയിലാണ്. അപ്പൊ ഓക്കെ ബൈ.